അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് വന്നത് ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എൻട്രി 20 രൂപയും പിന്നെ ഉള്ളിൽ പോയിട്ട് ബോട്ടിന് പിന്നെ വേറെയാണ് കേട്ടോ ചാർജ്. 6 പേർക്കുള്ള മോട്ടോർ ബോട്ടാണ് എടുത്തിരിക്കുന്നത്, 800 രൂപയാണ്. അപ്പോൾ ബോട്ടുകളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഗാർഡനൊക്കെ വെച്ച് ചെറിയൊരു സെറ്റപ്പ്, പിന്നെ സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ തിന്നാൻ ഉള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൻ്റെ ഓരോരോ സ്റ്റാർട്ടിങ് പോയിന്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ബോട്ടിനുള്ള അത് പൈസ കൊടുക്കണം. നമ്മൾ പോകുന്നതാ ഇതുപോലത്തുള്ള ബോട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഊട്ടി പട്ടണത്തിൻ്റെ കാഴ്ചകളടങ്ങിയ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആറ് പേർക്കുള്ള ഒരു കുഞ്ഞു ബോട്ട്, അതിൽ കയറാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഊട്ടിയിലെ ഫേമസ് ആയ ബോട്ട് ഹൗസിലാണ്. ഊട്ടി സന്ദർശിക്കാൻ വരുന്ന എല്ലാവരും കാണുന്ന ഒരു പ്ലേസാണ് ഈ ഊട്ടി ലേക്കിലൂടെയുള്ള ഈ ബോട്ട് റൈഡ്. നല്ല രസമുള്ള റൈഡാണ് കേട്ടോ. നമ്മൾക്ക് ആവശ്യമുള്ള സേഫ്റ്റി ഫീച്ചേഴ്സായ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ബോട്ട് തന്നെയാണ്. ഊട്ടിയിലുള്ള ഈ ലേക്ക് ഒരു കൃത്രിമ തടാകമാണെന്ന് എത്ര പേർക്ക് അറിയാം? 1824 ജോൺ സുൽവിയൻ എന്ന് പറയുന്ന ഒരു സാഹിബിൻ്റെ കാലഘട്ടത്തിലാണ് നീലഗിരി കുന്നുകളിൽ നിന്ന് ചെറു അരുവികളായി വരുന്ന കുറേ വാട്ടർ സ്ട്രീംസിനെ അവർ ജോയിൻ ചെയ്ത് അവസാനം ഒരു ഡാം കെട്ടിയിട്ട് ഈ ഒരു ലേക്ക് ഉണ്ടാക്കി. 64 ഏക്കറിൽ വരുന്ന ഈ ഒരു ഡാം ഉണ്ടാക്കി അതിനെ ബണ്ട് തിരിച്ചു. ഈ ഒരു ഭാഗം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആ ഡാമിൻ്റെ രീതിയിലുള്ള ബണ്ട് കെട്ടിയത്. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് കേട്ടോ. അത് സായിപ്പന്മാരുടെ ഒരു അജണ്ടയിലുള്ളതാണ്. കുന്നുകൾക്കിടയിൽ ഇങ്ങനെയൊരു ഡാം വരികയാണെങ്കിൽ അവർക്ക് വെള്ളത്തിന് ആവശ്യം വരികയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുകൂടാതെ ഈ വെള്ളത്തിലൂടെ ഈസി ആയിട്ട് സഞ്ചരിക്കാനും അതുപോലെ തന്നെ ചരക്ക് നീക്കങ്ങൾ നടത്താനും സാധിക്കും. ഇന്നിപ്പോൾ ഈ ലേക്കിൻ്റെ പല ഭാഗങ്ങളിലും വൻകിട റിസോർട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും വന്നിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ തന്നെയാണ് ഇവയെല്ലാം പണിതിരിക്കുന്നത്. ഇതൊരു ലേക്ക് വ്യൂ ഫ്രണ്ടേജ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. സായിപ്പന്മാർക്ക് ഇതൊന്നൊരു ചരക്ക് നീക്കം നടത്താൻ പറ്റിയ ഒരു ഈസിയായ മാർഗം തന്നെയായിരുന്നു. കാരണം കുന്ന് കയറി ഇറങ്ങണ്ടല്ലോ, വലിയ വലിയ ഭാരം വഹിച്ചുകൊണ്ട് കുന്ന് കയറി ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ഈ ഫെറി സർവീസിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് നീക്കം ഈസി ആയിട്ട് വെള്ളത്തിലൂടെ കടത്താൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണ രീതികളായ മീനുകളെയൊക്കെ അവർക്ക് ഇവിടെ വെച്ച് വളർത്തിയെടുത്ത് അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ അന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ട് പോയതിന് ശേഷം ബ്രിട്ടീഷുകാരെല്ലാവരും ഇവിടുന്ന് പോയതിന് ശേഷം ഇതിങ്ങനെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീട് അതിനുശേഷം തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുത്ത് ഇവിടെ തിരിച്ച് വീണ്ടും ബോട്ടിംഗ് സർവീസ് കൊണ്ടുവരികയായിരുന്നു. അത് ടൂറിസത്തിനും വേണ്ടി മാത്രമായിട്ട് ബോട്ടിംഗ് സർവീസ് കൊണ്ടുവന്നു. അങ്ങനെ ഊട്ടി ബോട്ട് ഹൗസ് എന്ന പേരിൽ പിന്നീട് ഇത് അറിയപ്പെടാനും തുടങ്ങി കേട്ടോ. അതാണ് ഈ ഒരു ലേക്കിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഏതാണ്ട് 2 കിലോമീറ്റർ നീളമുള്ള 15 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ട് ഹൗസിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നിവിടെ ചെറുതും വലുതുമായ ഒരുപാട് സ്പീഡ് ബോട്ടുകളും ഡൈനിങ് ബോട്ടുകളും കയാക്കിംഗ് ഒക്കെ കാണും. അതിനുശേഷം അതിന് തൊട്ടരികത്തുള്ള കുറേയേറെ സോവറിങ് ഷോപ്പുകളാണ്. ഡ്രസ്സ്, ക്രാഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം. പിന്നെ അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കുറേ റൈഡുകളുള്ള കുറേ ഫൺ തീം പാർക്കുകളൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഈ ലേക്കിൻ്റെ വ്യൂവും കണ്ടിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ടോയ് ട്രെയിൻ ഉണ്ട് പിള്ളേർക്കായിട്ടുള്ളത്. പിന്നെ ഒരു സിംഗും ഉണ്ട് കേട്ടോ. അങ്ങനെ ആടി കളിക്കുന്ന ഊഞ്ഞാലില്ലേ വലുത്, അതാ കാണുന്നതാണ്. അതെല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നതാണ്. ഇതിലും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ടോയ് ട്രെയിനിൽ അച്ഛനമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് പിള്ളേരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യമാണ്. ഇങ്ങോട്ട് നോക്കണേ ഫോട്ടോ ഷൂട്ടിനുള്ള ഏരിയയാണ്. ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ.
അതിന് പുറകിലായിട്ട് വലിയൊരു തൂക്കുപാലമുണ്ട്. അതിലൂടെ കുറേ പേര് ഇങ്ങനെ നടന്നു പോയി അവിടെ പോയി ഫോട്ടോ എടുക്കാം. ലേക്കിൻ്റെ മേലിൽ നിന്നിട്ടാണ്. താഴെ പെഡലിംഗ് ബോട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഡാഷിംഗ് കാറുകളും പിന്നെ കുറേ ഇൻഡോർ ഗെയിംസിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് പിള്ളേർക്കുള്ള മിക്കവാറും വീഡിയോ ഗെയിം ഐറ്റംസും ഇങ്ങനെ കുറേ ടോയ്സും അടങ്ങിയ കുറേ ഗെയിംസുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഊട്ടിയുടെ വെയിൽ വരുന്ന ഒരു സമയമുണ്ട് ഉച്ച നേരത്ത്. അതിലൊക്കെ അവർ ഇവിടെ ഇരുന്ന് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമില്ലതേ ഇവിടെയൊക്കെ കാണാൻ. ഈ കുട്ടിയൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. അതാണ് ഈ ഊട്ടിയുടെ ഈ ബോട്ട് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും ബോറടിക്കാതെ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇത് അങ്ങ് കാണുന്നതാണ് മിനി ടോയ് ട്രെയിൻ കേട്ടോ. അത് ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ട്രെയിനാണ്. അതിനൊക്കെ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ കുതിരകളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ്. ഈ വലിയ കാണുന്ന വിശാലമായ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെയും കുറേ കുതിരകളെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം സഫാരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങും. തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതിലൊന്നിൽ നമ്മൾ കയറി ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം കൺവീനിയൻ്റ് ആണ്. റേറ്റും കുഴപ്പമില്ല. നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ലേക്കിൻ്റെ വ്യൂവും കണ്ട് നല്ല കേരള ഫുഡ് കഴിച്ചു. പൂ ഭയങ്കര ഫേമസ് ആട്ടോ. എപ്പോഴും ഊട്ടി വന്നു കഴിഞ്ഞാൽ വാങ്ങും. എത്രയാണ് ചേച്ചി? ഊട്ടിയിലെ മറ്റ് കാഴ്ചകളുമായ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും സീ യു ദെൻ. ബൈ ബൈ.